പറഞ്ഞത് കേട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയേനെ. എന്താണെന്നല്ലേ, രാവിലെ ഞങ്ങളൊരു സ്ഥലം വരെ ഇറങ്ങിയതാണ്. അപ്പൊ കുഞ്ഞപ്പന് വാശി ബൈക്കിൽ തന്നെ പോയാൽ മതി അച്ഛേ, കാർ എടുക്കണ്ടെന്ന്. അതുകൊണ്ട് കാർ എടുക്കാണ്ട് ബൈക്കിൽ പോയി കേട്ടോ. പോകുന്ന വഴി ഇലക്ഷൻ കാരണം നല്ല തിരക്കും ബ്ലോക്കും. കാറിലായിരുന്നു പോരുന്നെങ്കിൽ ഞങ്ങൾ പെട്ടുപോയനെ. ബൈക്കിലായതുകൊണ്ട് ഇടയിൽ കൂടെയൊക്കെ കയറ്റിയെടുത്ത് എങ്ങനെയോ ഞങ്ങളുടെ സ്ഥലത്തെത്തി. തൃപ്പൂണിത്തറയിൽ ഒരു ചെരുപ്പ് കടയിലാണ് കേട്ടോ പോയത്. ഇതിനു മുമ്പ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. എന്റെ കാലേ ഭയങ്കര വീതിയും വലിപ്പം ആയതുകൊണ്ട് സാധാരണ പെമ്പിള്ളേർ ഇടുന്ന ചെരുപ്പ് ഒന്നും എന്റെ കാലിൽ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ചെരുപ്പ് ഒന്നും എനിക്ക് ഇടാൻ പറ്റില്ല. അങ്ങനെ നോക്കി നോക്കി എനിക്ക് പറ്റുന്ന ഒരു ചെരുപ്പ് അവിടെ നിന്ന് കിട്ടി. കുഞ്ഞപ്പനാണെങ്കിൽ എന്റെ പോലെ എന്നെ പോലത്തെ തന്നെ കാലാണ് അവന്റെ പ്രായത്തിലുള്ള ചെരുപ്പ് അവന്റെ കാലേ കയറൂല, കുറച്ച് വലുത് വേണം. അങ്ങനെ കുഞ്ഞപ്പന ഒരു അടിപൊളി ഷൂ കിട്ടി. അതുപോലെ തന്നെ ഒരു ചെരുപ്പും ഒക്കെ വാങ്ങിച്ചു. അവിടെ ഒത്തിരി 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 കളക്ഷൻ ഉണ്ട്. ഇത് ചേട്ടനെടുത്ത ഷൂ ആണ് കേട്ടോ. ഇത് കുഞ്ഞപ്പന് കുർത്തയുടെയും മുണ്ടിന്റെയും കൂടെ ഇടാൻ പറ്റിയ ചെരുപ്പ്. ഇതാണ് ഞാൻ എനിക്ക് എടുത്ത ചെരുപ്പ്. നമുക്ക് വിധിച്ചത് നമുക്ക് കിട്ടുമെന്ന് പറയില്ലേ, ഇത് അപ്പൊ വന്നിട്ട് സ്റ്റോക്ക് പോലും ഒരു പൊട്ടിച്ചിട്ടില്ല, വില പോലും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് വേണ്ടി പൊട്ടിച്ച് വിലയ്ക്ക് ഇട്ട് തന്നതാണ്. അങ്ങനത്തെ കുഞ്ഞപ്പന ഒരു സ്ലൈമും വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പൊ അത്രയുള്ള ചുറ്റും